ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നും നമ്മൾ നല്ലൊരു ഹെയർ ഡൈ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. എത്ര നരച്ചിട്ടുള്ള മുടിയും കട്ട കറുപ്പാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു നാച്ചുറൽ ഹെയർ ഡൈ ആണ് കേട്ടോ. അതും നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം വെച്ചിട്ട് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ അതിന് മുൻപ് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്, കാണാത്തവർ കണ്ട് നോക്കുക. അപ്പോൾ ഈ ഡൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഒരു ചീനച്ചട്ടിയോ അല്ലെങ്കിൽ നമ്മൾ ഡൈ ഉണ്ടാക്കുന്ന പാത്രമോ നമ്മൾ എടുക്കുക. ഇതുപോലുള്ളൊരു പാത്രമാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ക്വാളിറ്റി കുറഞ്ഞ മഞ്ഞൾപ്പൊടി ഒന്നും എടുക്കരുത്. നല്ല ക്വാളിറ്റി ഉള്ള നല്ല നാടൻ മഞ്ഞൾപ്പൊടി വേണം എടുക്കാൻ വേണ്ടിയിട്ട്. വീട്ടിൽ നാടൻ മഞ്ഞൾപ്പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുക്കാം. അതല്ലെങ്കിൽ കടയിൽ നിന്ന് നമുക്ക് മില്ലിൽ നിന്നൊക്കെ ഇപ്പോൾ നാടൻ മഞ്ഞൾപ്പൊടി വാങ്ങാൻ കിട്ടുമല്ലോ, അപ്പോൾ അത് മാത്രം എടുക്കുക. അതല്ലെങ്കിൽ നമുക്ക് ഗുണത്തിലേറെ ദോഷമാണ് ചെയ്യുക കേട്ടോ. ഇപ്പോൾ ഇത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള നാടൻ മഞ്ഞൾപ്പൊടിയാണ്. അത് നമ്മൾ ഡൈ ഒക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ഇരുമ്പിൻ്റെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു 3 സ്പൂണോളാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇത് നല്ല പോലെ തന്നെ തുരുമ്പൽ വന്നിട്ടുള്ള പാത്രമാണ്. നമുക്കറിയാം ഇതുപോലെ തുരുമ്പൽ വന്നിട്ടുള്ള പാത്രമാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ നല്ലതാണ്. ഈ ഒരു തുരുമ്പലിലുള്ള ഫെറിക് ഓക്സൈഡ് നമ്മുടെ തലയിൽ എത്താൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് നെല്ലിക്കാപ്പൊടിയാണ്. അപ്പോൾ നെല്ലിക്കാപ്പൊടി നമ്മളൊരു 3 സ്പൂണോളം തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ മുടി നല്ല പോലെ തന്നെ കറുപ്പ് കളറാക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ, താരന്, ഒരു തണുപ്പിന് വേണ്ടിയിട്ട് ഇതിനൊക്കെ നമുക്ക് നെല്ലിക്ക വളരെ നല്ലതാണ്. ഏത് എണ്ണ കാച്ചുമ്പോഴും നമ്മൾ നെല്ലിക്ക ഒഴിവാക്കാറില്ല അല്ലേ. കുറഞ്ഞ അളവിലെങ്കിലും അത് ചേർക്കാറുണ്ട്. അപ്പോൾ അത്രയും നല്ല ഒരു മരുന്ന് തന്നെയാണ് നെല്ലിക്ക. അപ്പോൾ അത് നമ്മൾ പൊടി ഒരു 3 സ്പൂണോളം ചേർത്തിട്ടുണ്ട്. നല്ല നാടൻ മഞ്ഞൾപ്പൊടി 3 സ്പൂണും ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം അതിനാണ് നമ്മൾ ആദ്യം തന്നെ ഒരു ചീനച്ചട്ടിയിൽ ഇട്ട് കൊടുത്തത്. ഏതെങ്കിലും തരത്തിലുള്ള കട്ടകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് പൊടിച്ച് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. ഇനി ഇതൊന്ന് ഗ്യാസിൽ വെച്ച് നമ്മളൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് വറുത്തെടുക്കണം കേട്ടോ. അപ്പോൾ ഈ പൊടി ഇത് നല്ല പോലെ തന്നെ ഒന്ന് വറുത്തെടുക്കണം. കരിഞ്ഞു പോവാണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ വറുത്തെടുത്താൽ മതിയാവും. നല്ലപോലെ കരിയിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൻ്റെ കളറ് ജസ്റ്റ് ഒന്ന് മാറി വരുന്നത് വരെ നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ നമ്മൾ ഒരു 5 മിനിറ്റോളം നമുക്ക് വേണ്ടി വരില്ല. ഇത് നല്ല പോലെ തന്നെ ഒന്ന് വറുത്തെടുക്കുക. കണ്ടോ, ഇത്രയും നമ്മൾ വറുത്തെടുത്താൽ മതി. അതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. ഈ ഇരുമ്പിൻ്റെ ചട്ടി ആയതുകൊണ്ട് തന്നെ ഇത് നല്ല ചൂടുണ്ട്. അപ്പോൾ ഒന്നുകൂടെ ഇത് നല്ല പോലെ തന്നെ ചൂടായിട്ട് നമ്മൾ ഈ ഒരു ചട്ടി ചൂടാറുന്നത് വരെ നമുക്ക് അത്രയും ടൈം ഈ പൊടി കൂടി നമുക്ക് വറുത്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു കളറായപ്പോൾ നമ്മൾ ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറണം. പിന്നെ നമ്മൾ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. പാത്രത്തിലേക്ക് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതെല്ലാ വീഡിയോയിലും നമുക്കറിയുന്നതാണ്. നമ്മൾ മിക്സ് ചെയ്യാൻ എടുക്കുന്നത് ഏറ്റവും നല്ലത് കട്ടൻ ചായയാണ്. തേയില നമ്മുടെ മുടി നല്ലപോലെ തന്നെ മുടി കൊഴിച്ചിലും അതുപോലെ തന്നെ മുടി നല്ലപോലെ വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഏത് ഹെയർ ഡൈ നമ്മൾ മിക്സ് ചെയ്യുമ്പോഴും കട്ടൻ ചായ മിക്സ് ചെയ്ത് ഉണ്ടാക്കുന്നതാണ് വളരെ നല്ലത് കേട്ടോ. അപ്പോൾ നല്ല കടുപ്പത്ത് തന്നെയുള്ള കട്ടൻ ചായ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചെറു ചൂടോട് കൂടിയിട്ട് വേണം ഇതിലേക്ക് ഒഴിക്കാൻ. ഇനി ഒരു സാധനം കൂടി നമ്മൾ ഇതിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ. കണ്ടോ, അപ്പോൾ നല്ല പോലെ തന്നെ ഈ പൊടി ഒന്ന് ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് നീലാമരിയുടെ പൊടിയാണ് കേട്ടോ. നീലാമരിയുടെ പൊടി നമുക്കറിയാം മുടി വളരാനും അതോടൊപ്പം നരച്ച മുടി പെട്ടെന്ന് തന്നെ കറുപ്പ് കളറാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് നീലാമരി. ഇത് നമ്മൾ ചൂടാക്കരുത് കേട്ടോ. ഇത് ചൂടാക്കി കഴിഞ്ഞാൽ ഇതിലുള്ള ഗുണം പോവും. അപ്പോൾ നമ്മൾ മുന്നേ ചെയ്ത പോലെ തന്നെ മഞ്ഞൾപ്പൊടിയും നെല്ലിക്കാപ്പൊടിയും വറുത്തെടുത്തതിന് ശേഷം മിക്സ് ചെയ്യുമ്പോൾ മാത്രമാണ് നീലാമരി ഇട്ട് കൊടുക്കേണ്ടത്. നമ്മൾ ആ ഒരു കട്ടൻ ചായ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ചെറു ചൂടോട് കൂടിയിട്ട് തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഈ ചെറു ചൂടോട് കൂടിയിട്ട് വേണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ കുറച്ചായിട്ട് ഒഴിക്കുക. ഒരുപാട് തന്നെ ആദ്യം ഒഴിച്ചാൽ അത് നമുക്ക് ചിലപ്പോൾ അധികമായി പോയി ഒരുപാട് ലൂസാവും. അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ചായിട്ട് ഒഴിച്ച് നല്ല പോലെ തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നമ്മളെല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ഏത് നാച്ചുറൽ ഹെയർ ഡൈ ചെയ്യുന്നതിന് മുൻപും തലയിലൊരു ഹെന്ന പാക്ക് മൈലാഞ്ചി ഇട്ടിട്ട് ചെയ്യുന്നതാവും
അതാവും ഒന്നുകൂടെ നല്ലത്. അതാവുമ്പോൾ കൂടുതൽ റിസൾട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മുടെ മുടിയൊക്കെ നരച്ചിട്ടുള്ള മുടിയൊക്കെ ഒന്ന് മെറൂൺ കളറാവുമല്ലോ, അതിന് ശേഷം ഇതുപോലുള്ള ഡൈ ഒക്കെ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് കറുപ്പ് കളർ കിട്ടും. അതല്ലാണ്ടും നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മുടെ ജീവിതശൈലിയിലും അതുപോലെ തന്നെ നമ്മുടെ തലയിൽ അമിതമായിട്ടുള്ള കെമിക്കൽസിൻ്റെ ഉപയോഗങ്ങളൊക്കെ നമ്മൾ കുറയ്ക്കുക. കൂടുതലും നമ്മൾ നാച്ചുറലായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് തന്നെ തലയിൽ തേക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ കട്ടൻ ചായ കുറച്ചായിട്ട് ഒഴിച്ച് നല്ല പോലെ തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരുപാട് വെള്ളമായി കഴിഞ്ഞാൽ നമ്മുടെ നെറ്റിയിലും കഴുത്തിലൊക്കെ ഒലിച്ചിറങ്ങാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ ഏത് ഹെയർ ഡൈ തേക്കുന്നതിന് മുൻപും നമ്മുടെ ആ നെറ്റിയുടെ ഭാഗത്തും കഴുത്തിൻ്റെ ഭാഗത്തൊക്കെ വാസ്ലൈനോ അല്ലെങ്കിൽ നമ്മൾ ഫേസിൽ ഉപയോഗിക്കാൻ പറ്റുന്ന വെളിച്ചെണ്ണ ഏതെങ്കിലും ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെയുള്ളത് തേക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നെറ്റിയിലും കഴുത്തിലും ഒലിച്ചിറങ്ങിയാൽ കൂടിയിട്ട് അത് പിടിക്കാതെ നമ്മൾ കഴുകി കളയുമ്പോൾ നമുക്ക് സ്കിന്നിലൊന്നും കളറ് പിടിക്കാണ്ടിരിക്കും കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇപ്പോൾ നല്ല പോലെ തന്നെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമ്മളൊരു ഓവർനൈറ്റ് ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു പാക്ക് നമ്മളൊരു 4-5 മണിക്കൂർ അല്ലെങ്കിൽ ഒരു മിനിമം ഒരു 3 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അത് നമ്മൾ ഉണ്ടാക്കുന്ന ദിവസം ഒരു രാവിലെയൊക്കെ ഉണ്ടാക്കി വെച്ച് നമ്മൾ കുളിക്കുന്ന സമയമാകുമ്പോഴത്തേന് നമുക്ക് എടുത്ത് തേക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു രാത്രി വെക്കുന്നില്ല, പകരം നമ്മളൊരു 3-4 മണിക്കൂർ നമുക്ക് സമയം എത്രത്തോളം വെക്കാൻ പറ്റുമോ അത്രയും നല്ലതാണ്. ഇനി അതല്ലെങ്കിൽ ഒരു 3-4 മണിക്കൂർ വെച്ചതിന് ശേഷം ഇതൊന്ന് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഇത് നല്ല പോലെ തന്നെ കറുപ്പ് കളർ കിട്ടിയിട്ടുണ്ടാവും. കറുപ്പ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇരുമ്പിൻ്റെ ചീനച്ചട്ടി അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ ഏതെങ്കിലും ഒരു പാത്രം എടുക്കുന്നതാവും നല്ലത്. ഇരുമ്പിലുള്ള ഫെറിക് ഓക്സൈഡ് നമ്മളെ തലയിൽ എത്താനും നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള മിശ്രിതത്തിന് കൂടുതൽ കറുപ്പ് കളർ കിട്ടാനൊക്കെ അതാണ് നല്ലത്. ഇനി ഇത് നമുക്ക് തലയിൽ മുഴുവനായിട്ട് തേച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് 1-2 മണിക്കൂർ തലയിൽ വെച്ചതിന് ശേഷം കഴുകി കളയുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി റിസൾട്ടാവും. ആഴ്ചയിൽ ഒരു 2 തവണയെങ്കിലും ഇതുപോലെ തേച്ച് നോക്കുക. നരച്ച മുടി കറുപ്പ് കളറാവുന്നത് 100% ഉറപ്പാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാണാത്ത വീഡിയോസൊക്കെ ഒന്ന് കാണുക. താങ്ക്